അന്നേരം ഇവര് പറഞ്ഞ് അന്നേരം എൻ്റെ അടുത്ത് എന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം വന്നിട്ട്. ഞാൻ എന്നിട്ട് ഈ പുള്ളിക്കാരോട് പറഞ്ഞു, പൊന്നു മോളെ നീ ഇതൊന്നും കണ്ടോണ്ട് കേട്ടോണ്ടൊന്നും നീ ഒന്നും വിശ്വസിക്കരുത്. കാരണം കാലം കുറേ വൃത്തികെട്ട രീതിയിലാണ് കാലം പോകുന്നത്. ഈ വരുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുന്ന എന്തിനാണ്? 2-3 ദിവസം ഇവർ വരും, ഇവർ ജോലി ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടും. പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു സമയത്ത് ഈ വണ്ടി നിങ്ങൾ സ്ഥിരം എവിടെയെങ്കിലും പോകാൻ ഡെയിലി വണ്ടി വരുന്ന കണക്ക് ഈ വണ്ടി വരും. എന്നിട്ട് ഡെയിലി ഇവർക്ക് 1000 രൂപ വെച്ച് ഒരു അക്കൗണ്ടിലും കയറും. മറ്റവർക്കെങ്ങാണ്ട് ഈ വന്ന് നിൽക്കുന്നവന് റാക്കറ്റ് ചതിയിൽ പോയി പെട്ടല്ലോ. അതെന്താന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. ഇതെന്ത് സാധനമാണെന്നോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അന്നേരം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ, പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മത്തായി എനിക്ക് നല്ലതായിരിക്കും. കാരണം ഒരു കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം ഞാനിത് ആലോചിച്ച് ഇത് രാവിലെ ഞാൻ ഉറക്കമൊഴിച്ചപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ സമയം കളിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു കേസ്. ഒരു ടീം ഇങ്ങനെ വരിക, നമ്മുടെ വീട്ടിൽ വന്ന് ജോലികളെല്ലാം ചെയ്യുക, അവസാനം ഇത് ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ അവസാനം ഒരു ദിവസം ഈ കാറിൽ കയറി നിങ്ങൾ പോകുന്ന സമയത്ത് ഇവർ മൂക്കിൽ എന്തെങ്കിലും വെച്ച് മണപ്പിച്ച് നിങ്ങളങ്ങ് കൊണ്ടുപോയി. ആര് പോയി തിരക്കും? എവിടെ പോയി തിരക്കും? ഈ കാലത്ത് നിങ്ങളുടെ കിഡ്നിയോ കണ്ണോ അല്ലെങ്കിൽ കരളോ ഒക്കെ ആൾക്കാർക്ക് എടുക്കാൻ ഇഷ്ടം പോലെ പറ്റും. ഇന്ന് ഈ കാലത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഉടായ്പകളിൽ ചെന്ന് പെടല്ലേ.